Welcome back to Max at 360 degree with Sony. ഇനി നമ്മൾ പുതിയൊരു ടേം പഠിക്കാൻ പോവാണ്. ഫാക്ടോറിയൽ നൊട്ടേഷൻ അല്ലെങ്കിൽ n ഫാക്ടോറിയൽ എന്താണ് നമ്മൾ നോക്കാൻ പോവാണ്. n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ എനിക്ക് n ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 1 into 2 into 3 into etc into n. ഇതിനൊന്ന് തിരിച്ചെഴുതുന്നതിന് കുഴപ്പമില്ലല്ലോ, മീൻസ് പുറകീന്ന് ഇൻഡു ചെയ്യുന്നു. അപ്പൊ n ഇൻഡു എന്നിന്റെ തൊട്ട് മുന്നേ ഉള്ള നാച്ചുറൽ നമ്പർ ഏതാ? n-1. അതിന്റെ തൊട്ട് മുന്നേ ഉള്ളത് ഏതാ? n-2. സോ ടോട്ടൽ എനിക്ക് തിരിച്ചെങ്ങനെ എഴുതി? n into n-1 into n-2 into etc into എവിടെ വരെ പോണം? 1 വരെ പോണം. സോ ഇത് എഴുതി. ഈ n ഫാക്ടോറിയലിനെ നമ്മൾ ഒന്നും കൂടെ ഷോർട്ട് ആയിട്ട് എഴുതുമ്പോ ഇവിടെ നോക്കിയേ, ഈ n ഇൻറ്റു ബാക്കിയുള്ള നമ്പേഴ്സ് n-1 തൊട്ട് 1 വരെയല്ലേ? ഈ n-1 തൊട്ട് 1 വരെയുള്ള ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു n-1 ഫാക്ടോറിയൽ ആയിട്ട് എഴുതത്തില്ലേ? സോ n ഇൻറ്റു n-1 ഫാക്ടോറിയൽ എഴുതി. ഇനി നേരെ തിരിച്ച് ഈ n ഇൻറ്റു n-1 വരെ ഞാൻ മാറ്റി വെച്ചു. ഇവിടെ നോക്കി n-2 തൊട്ട് 1 വരെയുള്ള പ്രോഡക്റ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് n-2 ഫാക്ടോറിയൽ ആയി. അപ്പൊ എനിക്ക് ഈ n ഫാക്ടോറിയൽ ഒന്നും കൂടെ വലുതാക്കി n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഫാക്ടോറിയൽ. ഇനി അതുപോലെ തന്നെ അതിന് മുന്നേ ഉള്ളത് നമുക്ക് n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഇൻറ്റു n-3 ഫാക്ടോറിയൽ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 7 ഫാക്ടോറിയൽ. 7 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അത് 7 into 6 into 5 into 4 into 3 into 2 into 1. ഓക്കെ ആണല്ലോ? നമ്മൾ വലുതാക്കി എഴുതുക. ഇതിനെ എനിക്ക് 7 into ഈ 7നെ മാറ്റി വെച്ച് കഴിഞ്ഞാല് 6 തൊട്ട് 1 വരെ അല്ലെങ്കിൽ 1 തൊട്ട് 6 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ്. അതിനെ എങ്ങനെ എഴുതാം? 6 ഫാക്ടോറിയൽ എഴുതി കൂടെ. അപ്പൊ 7 into 6 ഫാക്ടോറിയൽ എഴുതാം. അല്ലെങ്കിൽ 7 into 6 into നെക്സ്റ്റ് നോക്കിയ 7ഉം 6ഉം മാറ്റി വെച്ചു. ബാക്കി 1 തൊട്ട് 5 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ്. അതിനെ എങ്ങനെ എഴുതാം? 5 ഫാക്ടോറിയൽ. അതുപോലെ തന്നെ 7 into 6 into 5 into 4 ഫാക്ടോറിയൽ. ഇങ്ങനെ എഴുതി പോകാം. ഇനി നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കേണ്ട ഒരു പോയിന്റ് ആണ് 0 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 1 ആണ്. നമ്മൾ 0 കാണുമ്പോഴേ വാല്യൂ 0 എന്ന് പറയാൻ പാടില്ല. 0 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 1 ആണ്. അതുപോലെ തന്നെ 1 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 1. ഇപ്പൊ ഞാൻ ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് 7 ഫാക്ടോറിയൽ 5 ഫാക്ടോറിയൽ 5 അല്ലേ 7നേക്കാൾ ചെറുത്. സോ ഇതിനെ എനിക്ക് 7 into 6 into 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ എഴുതി കൂടെ. കാരണം 7 ഫാക്ടോറിയലിനെ 7 into 6 into 5 ഫാക്ടോറിയൽ എഴുതാം. ഇനി നോക്കിയേ, മോളിലും താഴെ 5 ഫാക്ടോറിയൽ കോമൺ അല്ലേ? വെട്ടിക്കളഞ്ഞൂടെ? 5 ഫാക്ടോറിയൽ വെട്ടിപ്പോയി. നമുക്ക് എന്ത് ചെയ്യാം? 7 into 6 ഈക്വൽ ടു 42 ആണ് ആൻസർ വരും. ഇതുപോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഫാക്ടോറിയൽ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതല്ല നിങ്ങളുടെ ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഫാക്ടോറിയൽ നൊട്ടേഷൻ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ കോമ്പിനേഷൻ ആണെങ്കിലും പെർമ്യൂട്ടേഷൻ ആണെങ്കിലും ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം പെർമ്യൂട്ടേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് കോമ്പിനേഷനിലേക്ക് കടക്കാം. പെർമ്യൂട്ടേഷൻ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ ഇല്ല, എന്നാൽ പോലും അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് കോമ്പിനേഷനിലേക്ക് കടക്കാം. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറേഞ്ച്മെന്റ് ആണ്. ആ അറേഞ്ച്മെന്റിൽ നമുക്ക് n ഒബ്ജക്ട്സ് എടുത്ത് അല്ലെങ്കിൽ കുറച്ച് ഒബ്ജക്ട്സ് ഉണ്ട്. ആ ഒബ്ജക്ട്സിൽ നിന്ന് 2 എണ്ണം ഒരേ സമയം നമുക്ക് എടുത്താൽ മതി. അങ്ങനെയുള്ള എത്ര അറേഞ്ച്മെന്റ്സ് നമുക്ക് ഉണ്ടാക്കി എടുക്കാം എന്നാണ് നമ്മൾ പെർമ്യൂട്ടേഷന്റെ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ n ഒബ്ജക്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. n ഒബ്ജക്ട്സ് ഉണ്ട്. അതിന്റെ അകത്തുനിന്ന് 6 ഒബ്ജക്ട്സ് ഒരു സമയം നിങ്ങൾക്ക് എടുക്കണം. ഇപ്പൊ ഞാൻ പറയാണ് 26 ആൽഫബറ്റിന്ന് നിങ്ങളോട് പറയാണ് 26 ആൽഫബറ്റ് ഉപയോഗിച്ചിട്ട് എത്ര 2 ലെറ്റർ വേർഡ് ഉണ്ടാക്കാൻ പറ്റുന്നു. മീൻസ് അവിടെ എന്താ ടോട്ടൽ n ഒബ്ജക്ട്സ് 26 ഒബ്ജക്ട്സ് ഉണ്ട്. അതിന്റെ അകത്ത് ഒരു സമയം നമുക്ക് എത്ര ലെറ്റേഴ്സ് എടുക്കണം? 2 ലെറ്റേഴ്സ്. സോ ഇവിടെ n-ഉം r-ഉം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഇതിന്റെ ഇക്വേഷൻ ആണ് പെർമ്യൂട്ടേഷന്റെ ക്യാപിറ്റൽ P ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ എഴുതുന്ന ഒരു ചെറിയ ഡിഫറെന്റ് ആയിട്ട് എഴുതുന്നത് n P-യുടെ ലെഫ്റ്റ് സൈഡില് ടോപ്പിൽ എഴുതും, r എന്ന് പറയുന്നത് P-യുടെ റൈറ്റ് സൈഡില് ബോട്ടത്തിൽ എഴുതും. NPR ഇതിങ്ങനെ വായിക്കുന്നത് NPR. ഇതിന്റെ ഡെഫിനിഷൻ പറയുന്നത് NPR is equal to n factorial divided by n minus r factorial. അതുപോലെ തന്നെ ഒരു കണ്ടീഷൻ
കണ്ടീഷനും കൂടിയുണ്ട്. ഇവിടെ ഈ അറേഞ്ച്മെന്റിൽ റിപ്പീറ്റേഷൻ ഓഫ് ലെറ്റേഴ്സ് ഈസ് അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ ഓഫ് ഒബ്ജക്ട്സ് ഈസ് നോട്ട് അലൗഡ്. ഒരു ഒബ്ജക്ട് എടുത്ത് പിന്നെ നമ്മള് എടുക്കാൻ പാടില്ല. അതാണ് റിപ്പീറ്റേഷൻ ഈസ് നോട്ട് അലൗഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. NPR is equal to n factorial divided by n minus r factorial. ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. പിന്നെ വേറൊരു കണ്ടീഷൻ കൂടിയുണ്ട്. ഇവിടെ n എന്ന് പറയുന്നത് അല്ലെങ്കിൽ r എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയിരിക്കണം. r എപ്പോഴും n-നേക്കാളും ചെറിയ സംഖ്യ ആയിരിക്കണം, അല്ലെങ്കിൽ n തന്നെ ആയിരിക്കണം. n-നേക്കാളും വലിയ സംഖ്യ ഒരിക്കലും r വരാൻ പാടില്ല. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാണ്. 5p3 കണ്ടുപിടിക്കണം. 5p3 എങ്ങനെ ഇക്വേഷൻ? n ഫാക്ടോറിയൽ, ഇവിടെ n-ന് പകരം 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r, 5 മൈനസ് 3 ഫാക്ടോറിയൽ ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 മൈനസ് 3 2. അപ്പൊ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ 5 ഫാക്ടോറിയലിന്റെ വാല്യൂ കണ്ടുപിടിക്കാം, 2 ഫാക്ടോറിയലിന്റെ വാല്യൂ കണ്ടുപിടിക്കാം, ഡിവൈഡ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് വെട്ടിക്കാണ് നമുക്ക് ചെയ്യുന്നത് ഇങ്ങനെ. 5 ഫാക്ടോറിയൽ എനിക്ക് 5 into 4 into 3 into 2 ഫാക്ടോറിയൽ എഴുതാം, ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. ഇനി 2 ഫാക്ടോറിയൽ ക്യാൻസൽ ആവും. ബാക്കി എന്താ ഉള്ളത്? 5 into 4 into 3. 5 into 4 20, 20 into 3 60 വരും. സോ 5p3 is equal to 60 വരും. ഇനി നമുക്ക് ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ വരും. ഇവിടെ ഞാൻ പറഞ്ഞു റിപ്പീറ്റേഷൻ ഓഫ് ഒബ്ജക്ട്സ് ഇസ് നോട്ട് അലൗഡ് ആണ്. അങ്ങനെയാണെങ്കിൽ റിപ്പീറ്റേഷൻ അലൗഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാവുമല്ലോ. സോ ഇഫ് റിപ്പീറ്റേഷൻ ഈസ് അലൗഡ്, so total number of arrangements is equal to, അല്ലെങ്കിൽ total number of arrangements equal to equation പഠിക്കണം n raised to r. So repetition allowed അല്ലെങ്കിൽ NPR is equal to n factorial divided by n minus r factorial. ഇനിയിപ്പോ repetition allowed ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എന്താണ്? n raised to r. ഇവിടെ അതുപോലെ തന്നെ r less than or equal to n എന്നുള്ള കണ്ടീഷൻ. ഈ ഒരു രണ്ട് ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ മെയിൻ ആയിട്ട് ആലോചിച്ച് വെക്കുന്നത്. നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ ഇല്ല, എന്നാൽ പോലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇനി ചെറിയൊരു ഇക്വേഷനും കൂടി ഉണ്ട്. മീൻസ് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ പറയുകയാണെങ്കിൽ റിസൾട്ട് പറയുന്നത് എങ്ങനെയാണ്? പെർമ്യൂട്ടേഷൻ ഓഫ് n ഒബ്ജക്ട്സ് ടേക്കൺ r at a ടൈം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ n ഒബ്ജക്ട്സ് എടുക്കുന്നു. ആ n ഒബ്ജക്ട്സിന് ഒരു ടൈമിൽ നമുക്ക് r എണ്ണം എടുക്കാം, മീൻസ് r നമ്പർ എടുത്താൽ മതി. Where P1, P2, P3, etc. Pk are of same kind. Means ഈ ഒരു n ഒബ്ജക്ട്സ് നമുക്ക് തന്നിട്ടുള്ളതില് ചില P1, P2, etc. Pk എന്ന് പറയുന്നത് ഒരേ കൈൻഡ്സിലാണെങ്കിൽ നമുക്ക് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ P1 എന്ന് പറയുന്നത് ആ ഒരു ഒരേ കൈൻഡ് വരുന്നതിൽ ഒന്നാമത്തെ പോസിബിലിറ്റി P1 ഫാക്ടോറിയൽ, P2 ഫാക്ടോറിയൽ etc. ഇൻറ്റു Pk ഫാക്ടോറിയൽ. ഇക്വേഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടാവുകയല്ല. നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആവും. നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഇവിടെ നോക്കിയേ. ഫൈൻഡ് ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് അലഹബാദ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. നമ്മളോട് ഒരു ടൈമിൽ എത്ര എണ്ണം എടുക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഫൈൻഡ് ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ്. നമുക്ക് എത്ര ലെറ്റേഴ്സ് ഉണ്ട് ഇവിടെ? ഈ അലഹബാദ് എന്ന് പറഞ്ഞ വേർഡിന്റെ ലെറ്റേഴ്സ് എണ്ണി നോക്കും. 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പൊ n ഈസ് ഈക്വൽ ടു ഇവിടെ എത്രയാണ്? 9 ആണ്. 9 ഒബ്ജക്ട്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോ ഈ അലഹബാദ് എന്ന് പറഞ്ഞ വേർഡിന്റെ അകത്ത് ചില ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് ചില ലെറ്റേഴ്സ് സെയിം കൈൻഡ് ആണ് നമുക്ക് പറയാൻ പറ്റും. ആ ഒരു സെയിം കൈൻഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? എ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എ എത്ര ടൈംസ് ഉണ്ട്? 1, 2, 3, 4. എ എത്ര ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ മീൻസ് P1 എന്ന് പറയുന്ന ലെറ്ററിന്റെ ഞാൻ എടുത്തു 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഏതാ? P2 അടുത്ത ലെറ്റർ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഏതാണ്? L എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 2 തവണ. സോ ഈ ഒരു ലെറ്ററിന്റെ അകത്ത് എയും എല്ലും ഒരേ കൈൻഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ആണ്. ഒരേ കൈൻഡിൽ എ 4 പ്രാവശ്യമുണ്ട്, എല്ല് 2 പ്രാവശ്യമുണ്ട്. ഈ 4നും 2നും പറയുന്ന നമ്പേഴ്സ് ആണ് ഈ ഒരു P1, P2 എന്ന് പറയുന്ന ലെറ്റേഴ്സ്. സോ ഞാൻ ഇവിടെ എങ്ങനെ ഇക്വേഷൻ കൊടുക്കാം? എനിക്ക് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഈസ് ഈക്വൽ ടു എന്തെഴുതാം? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര ടൈംസ് ഉണ്ട്? P1 P2 ആണ് ഒരേ കൈൻഡ് ഉള്ളത്. അപ്പം n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ P1 ഫാക്ടോറിയൽ ഇൻറ്റു P2 ഫാക്ടോറിയൽ. അപ്പൊ നമുക്ക് എന്ത് വരും?
n ഫാക്ടോറിയൽ 9 ഫാക്ടോറിയൽ 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇവിടെ p1 എത്രയാണ് 4 ആണ് 4 ഫാക്ടോറിയൽ ഇൻറ്റു p2 എത്രയാണ് 2 ഫാക്ടോറിയൽ. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നേരെ കാൽക്കുലേറ്ററിൽ ചെയ്യാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഈ 9 ഫാക്ടോറിയലിനെ 4 ഫാക്ടോറിയൽ വരെ എത്തിക്കുക. 9 into 8 into 7 into 6 into 5 into 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ into 2 ഫാക്ടോറിയൽ. അപ്പൊ നമുക്ക് ഈ ഒരു 4 ഫാക്ടോറിയൽ വെട്ടിപ്പോവും. പിന്നെ ബാക്കി നമുക്ക് എന്താ ഉള്ളത്? 9 into 8 into 7 into 6 into 5 divided by 2 factorial. 2 factorial എന്ന് പറഞ്ഞാൽ 1 into 2. അപ്പൊ divided by 2. ഇതിന്റെ ആൻസർ നിങ്ങൾ കാൽക്കുലേറ്ററിൽ 9 into 8 into 7 into 6 into 5. ഇവിടെ നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. ഈ 2നെ 6 into 5 എന്ന് പറയുന്ന 30 അല്ലെങ്കിൽ 8 ഉം 2 കൂടെ വെട്ടിപ്പോവാം. അപ്പൊ 4 വരും. അപ്പൊ 9 into 7 into 6 into 5 into 4 സിംപ്ലിഫൈ ചെയ്ത് ഇത്രയും ഇത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം, ആൻസർ നിങ്ങൾക്ക് കിട്ടും. പെർമ്യൂട്ടേഷന് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഹൗ മെനി 3-digit നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് യൂസിംഗ് ദ ഡിജിറ്റ്സ് ഫ്രം 1 to 9. അപ്പൊ നമുക്ക് എത്ര ഒബ്ജക്ട്സ് തന്നിട്ടുണ്ട്? 1 തൊട്ട് 9 വരെയുള്ള ഡിജിറ്റ്സ് തന്നിട്ടുണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് 9 ആണ്. പിന്നെ എത്ര ഒരു ടൈംസിന് നമുക്ക് എത്ര എണ്ണം എടുക്കാം? 3 എണ്ണം. കാരണം 3-digit നമ്പേഴ്സ് നമുക്ക് ഉണ്ടാകണ്ടേ. സോ ഒരു ടൈമിൽ നമുക്ക് 3 ഡിജിറ്റ്സിനെ എടുക്കണം. അപ്പം ഇവിടെ 1, 2 സബ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട്. ഈ റിപ്പീറ്റേഷൻ ഓഫ് ഡിജിറ്റ്സ് ഈസ് നോട്ട് അലൗഡ്. നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. n ഒബ്ജക്ട്സ് ഒരു സമയത്ത് 6 ടൈംസ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് NP6 ആണ്. അതുപോലെ തന്നെ ഇവിടെ റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ നമ്മൾ അതിന്റെ ഇക്വേഷൻ പഠിച്ചിരുന്നു n⁻r. അപ്പൊ ഇവിടെ നമുക്ക് n ഈസ് ഈക്വൽ ടു എന്ത്, r ഈസ് ഈക്വൽ ടു എന്ത് എന്ന കാര്യം മാത്രം നോക്കിയാൽ മതി. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ n എന്ന് പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ n ഈസ് ഈക്വൽ ടു 1 to 9 നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. മീൻസ് n ഈസ് ഈക്വൽ ടു ഇവിടെ 9 ആണ്. ഇനി ഒരു 3-digit നമ്പർ ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. സോ ഒരു ടൈമിൽ ഈ 9 ഡിജിറ്റ്സിൽ നമുക്ക് എത്ര നമ്പേഴ്സ് ചൂസ് ചെയ്യണം? 3 നമ്പേഴ്സ് ചൂസ് ചെയ്യണം. സോ r ഈസ് ഈക്വൽ ടു എത്രയാണ്? 3 ആണ്. സോ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? Total number of 3-digit numbers is equal to 9p3 is equal to 9 factorial divided by 9 minus 3 factorial. കാരണം NPR is equal to n factorial divided by n minus r factorial ആണ്. So 9 factorial divided by 9 minus 3 factorial നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്ത് 9 factorial divided by 6 factorial equal to 9 into 8 into 7 into 6 factorial divided by 6 factorial എഴുതിക്കൂടെ? 6 factorial ക്യാൻസൽ ആയി. ബാക്കി 9 into 8 into 7. ഇത് ആൻസർ വരുന്നത് 504 ആണ്. 504. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. If repetition is allowed, ഇക്വേഷൻ എന്താണ്? n⁻r. ഇവിടെ n 9, r is equal to 3. സോ എനിക്ക് എന്ത് എഴുതാം? Total number of 3-digit numbers if repetition is allowed is equal to n⁻r equal to 9⁻3. 9⁻3 729 ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. സോ പെർമ്യൂട്ടേഷന്റെ എക്സാമ്പിൾ ചെയ്ത് പ്രോബ്ലം ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇടുക. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ വന്നത് നമ്മുടെ ഫോക്കസ് ഏരിയ സെക്ഷൻ ആണ്. സെക്ഷൻ 7.4. ആ സെക്ഷനില് കോമ്പിനേഷൻ എന്താണ്? ഞാൻ പറഞ്ഞു ഓൾറെഡി സെലക്ഷൻ ആണ്. കുറച്ച് ഒബ്ജക്ട്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ അതിന്റെ അകത്ത് 2 എണ്ണത്തിനെ സെലക്ട് ചെയ്യാം, 3 എണ്ണത്തിനെ സെലക്ട് ചെയ്യാം. ആ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഒരു നമ്പർ കണ്ടുപിടിക്കുന്ന ഫോർമുല തരുന്നതാണ് കോമ്പിനേഷൻസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ പറയുന്നു n ഒബ്ജക്ട്സ് ഉണ്ട്. n ഒബ്ജക്ട്സിൽ നിന്ന് നമുക്ക് r ടൈംസ് മീൻസ് n ഒബ്ജക്ട്സിൽ നിന്ന് ടേക്കൺ r at a time എങ്ങനെ ഇക്വേഷൻ എഴുതാം? NPR എഴുതിയ പോലെ തന്നെ ഇവിടെ പിക്ക് പകരം c ആണ്. അതുപോലെ ഇക്വേഷനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. NCR is equal to ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ, n factorial divided by r factorial into n minus r factorial. NPR ന് ഒരു ചെറിയ വ്യത്യാസം. ഇവിടെ ഡിനോമിനേറ്ററിൽ NCR എക്സ്ട്രാ ഒരു r factorial വരും. അപ്പൊ ഇതിന്റെ അകത്ത് സിമ്പിൾ ആയിട്ട് നമുക്ക് NPR ഉം NCR ഉം തമ്മിലുള്ള റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നമുക്ക് എന്ത് എഴുതാം? NPR is equal to എന്തായിരുന്നു ഇക്വേഷൻ? n factorial divided by n minus r factorial ആയിരുന്നു അല്ലെ? ഇനി ഇതിന് ഞാൻ ഒന്നും കൂടെ അറേഞ്ച് ചെയ്തിട്ട് r factorial into n factorial divided by n minus r factorial into r factorial എന്ന് എഴുതാലോ.
ഇവിടെ എഴുതുമ്പോൾ ആർ ഫാക്ടോറിയലും ക്യാൻസൽ ആവും. അപ്പൊ ബാക്കി എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ഇനി ഇവിടെ നോക്കിയേ, ഈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു ഈ എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ എന്താണ്? എൻ സി ആർ ആണ്. അപ്പൊ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ സി ആർ മീൻസ് പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെയാണ്. എൻ പി ആർ ഈസ് ഈക്വൽ ടു ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ സി ആർ. ഈ ഒരു റിലേഷൻ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട റിലേഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് രണ്ട് റിസൾട്ട് ആണ് കോമ്പിനേഷന്റെ. ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഈ റിലേഷൻസ് നിങ്ങൾ ഓർത്ത് വെക്കണം. എൻ സി എൻ മൈനസ് ആർ ഇസ് ഇക്വൽ ടു എൻ സി ആർ. അപ്പൊ ഇതിന്റെ പ്രൂഫ് എങ്ങനെയാന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ജസ്റ്റ് അതിന്റെ എൻ സി ആറിന്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ടുള്ള പ്രൂഫാണ് വരുന്നത്. എൻ സി ആർ ഇസ് ഇക്വൽ ടു എന്ത് എഴുതാം? എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ഓക്കെ ആണല്ലോ, എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ഇനി നമുക്ക് എൻ സി എൻ മൈനസ് ആർ ഇത് തന്നെ കിട്ടിയാൽ പോരെ. അപ്പൊ അതെങ്ങനെ കിട്ടുന്നത് നോക്കാം. എൻ സി എൻ മൈനസ് ആർ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ എഴുതുമ്പോൾ എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇവിടെ ആർ ഫാക്ടോറിയൽ, ഇവിടെ ആറിന് പകരം ഇവിടെ എന്താ ഉള്ളത്? എൻ മൈനസ് ആർ ആണ്. അപ്പൊ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ സി ആർ വന്നപ്പോ എൻ മൈനസ് ആർ ആയിരുന്നു. അപ്പൊ എൻ സി എൻ മൈനസ് ആർ വരുമ്പോ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ഓക്കെ അല്ലെ? എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ഫാക്ടോറിയൽ ഇതിന്റെ ബ്രാക്കറ്റിന്റെ പുറത്ത്. ഇനി ഇതൊന്ന് നോക്കി, എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ഫാക്ടോറിയലിന്റെ നൊട്ടേഷൻ ആണ് കേട്ടോ ഇത്. നമ്മുടെ എക്സ്ക്ലമേറ്ററി മാർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു, ഇനി ഇവിടെ നോക്കിയേ, എൻ മൈനസ് എൻ ക്യാൻസൽ ആയിപ്പോയില്ല, എൻ മൈനസ് എൻ 0 ആണ്. ഇനി മൈനസ് ഓഫ് മൈനസ് ആർ പ്ലസ് ആർ. അപ്പൊ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ. ഇത് തന്നെയല്ലേ ഈ എൻ സി ആർ. മീൻസ് ഇതിനൊന്നും ഇക്വേഷൻ നമ്പർ കൊടുത്തു, ഇത് രണ്ടും ഇക്വേഷൻ നമ്പർ കൊടുത്തു. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എൻ സി എൻ മൈനസ് ആർ ഇസ് ഈക്വൽ ടു എൻ സി ആർ. ഇതൊരു ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ് കേട്ടോ. എൻ സി എൻ മൈനസ് ആർ ഇസ് ഈക്വൽ ടു എൻ സി ആർ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻ സി എ ഇസ് ഈക്വൽ ടു എൻ സി ബി ആണെങ്കിൽ എ ഇസ് ഈക്വൽ ടു ബി ആയിരിക്കണം. എൻ സി എ ഇസ് ഈക്വൽ ടു എൻ സി ബി ആണെങ്കിൽ എ ഇസ് ഈക്വൽ ടു ബി, അല്ലെങ്കിൽ എൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. ആ ഒരു എ ഇസ് ഈക്വൽ ടു ബി ഭാഗം ഒബ്വിയസ് ആണ്, നമുക്ക് കിട്ടും. പക്ഷെ എൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എങ്ങനെ കിട്ടിയെന്ന് നോക്കിയേ. ഈ ഒരു റിസൾട്ടിലേക്ക് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പോവാം. അപ്പൊ എൻ സി എ ഇസ് ഈക്വൽ ടു എൻ സി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ ഇസ് ഈക്വൽ ടു ബി ആണല്ലോ. സോ എനിക്ക് എൻ സി എൻ മൈനസ് എ ഇസ് ഈക്വൽ ടു എൻ സി ബി എന്ന് പറയാലോ. എൻ സി എ ഇസ് ഈക്വൽ ടു ബി ആണ്. സോ എൻ സി എൻ മൈനസ് എ ഇസ് ഈക്വൽ ടു എൻ സി ബി. അപ്പൊ ഈ ഒരു റിസൾട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എൻ മൈനസ് എ ഇസ് ഈക്വൽ ടു ബി എന്ന് പറയാം അല്ലെ. കാരണം എൻ സി എ ഇസ് ഈക്വൽ ടു എൻ സി ബി ആണെങ്കിൽ എ ഇസ് ഈക്വൽ ടു ബി. ഈ ഒരു റിസൾട്ട് കൊടുത്തപ്പോഴത്തേനും എൻ സി എൻ മൈനസ് എ ഇസ് ഈക്വൽ ടു എൻ സി ബി എന്ന് എഴുതി. എൻ മൈനസ് എ ഇസ് ഈക്വൽ ടു ബി ഇംപ്ലൈസ് എൻ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? എ പ്ലസ് ബി. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് റിസൾട്ട് ആണ്. ആ ഒരു റിസൾട്ടിന്റെ പ്രൂഫും നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു പ്രൂഫും നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും. പ്രൂഫ് സിമ്പിൾ ആണ്, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പോകുമ്പോൾ മനസ്സിലാവും. നമുക്ക് ഇതിന്റെ പ്രൂഫ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. റിസൾട്ട് പറഞ്ഞേക്കുന്നത് എൻ സി ആർ പ്ലസ് എൻ സി ആർ മൈനസ് 1 ഇസ് ഈക്വൽ ടു എൻ പ്ലസ് 1 സി ആണ്. അപ്പൊ ഇത് എഴുതുകയാണ് എൻ സി ആർ പ്ലസ് എൻ സി ആർ മൈനസ് 1 ഇസ് ഈക്വൽ ടു എൻ സി ആറിന്റെ ഡെഫിനിഷൻ എന്താ? എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ പ്ലസ് അടുത്തത് എൻ സി ആർ മൈനസ് 1 എങ്ങനെ വരും? എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ വരെ ആർ മൈനസ് 1 ആണ്. സോ ആർ ഉള്ളവരുടെ ഇതെല്ലാം ആർ മൈനസ് 1 കൊടുക്കാം. ആർ മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ മൈനസ് 1 ഫാക്ടോറിയൽ. ഇനി ഈക്വൽ ടു ഇതിനെ ഒന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയലിനെ ഞാൻ ആർ ഇൻറ്റു ആർ മൈനസ് 1 ഫാക്ടോറിയൽ എഴുതി, കുഴപ്പമില്ലല്ലോ. ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ അതുപോലെ തന്നെ നിർത്തി. പ്ലസ് അടുത്തത് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ. എങ്ങനെയാ വരിക? എൻ മൈനസ് ആർ മൈനസ് ഓഫ് മൈനസ് എന്തായി? പ്ലസ് എൻ മൈനസ് ആർ പ്ലസ് 1 ഫാക്ടോറിയൽ. ഇനി നമ്മൾ നോക്കുകയാണ്, ഇവിടെ നമ്മൾ എങ്ങനെ എഴുതും? എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ആർ മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ പ്ലസ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു ഈ ഒരു എന്താ പറയാ എൻ മൈനസ് ആർ പ്ലസ് 1 ഫാക്ടോറിയൽ എന്താണെന്ന് നോക്കണം. അപ്പൊ
അപ്പൊ അതിന് വേണ്ടിയിട്ട് n മൈനസ് ആർ പ്ലസ് വൺ ഫാക്ടോറിയലിന് എനിക്ക് n പ്ലസ് വൺ മൈനസ് ആർ ഫാക്ടോറിയൽ എഴുതാലോ. ഓൾറെഡി നമുക്കറിയാം n ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു n ഇൻറ്റു n മൈനസ് വൺ ഫാക്ടോറിയൽ ആണ്. സോ ഇവിടെ നമുക്ക് n പ്ലസ് വൺ മൈനസ് ആർ ഫാക്ടോറിയൽ, നമുക്ക് n പ്ലസ് വൺ ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം? n പ്ലസ് വൺ ഇൻറ്റു n ഫാക്ടോറിയലിന് എഴുതിക്കൂടെ? n പ്ലസ് വൺ ഇൻറ്റു അതിന്റെ തൊട്ട് മുന്നിലുള്ള നമ്പറിന്റെ ഫാക്ടോറിയൽ. അങ്ങനെയാണെങ്കിൽ n പ്ലസ് വൺ മൈനസ് ആർ ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം? n പ്ലസ് വൺ മൈനസ് ആർ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ എഴുതിക്കൂടെ? ഇവിടെ ആർ കൂടുതലുള്ളതേ ഉള്ളൂ. n പ്ലസ് വൺ മൈനസ് ആർ ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു n plus 1 minus r into n minus r factorial. n plus 1 into n ആണ്. ഇനി ഇവിടെ നമുക്ക് ഇതിനെ അപ്പൊ എങ്ങനെ എഴുതാം? n plus 1 minus r into n minus r factorial. അത് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യൂടെ? അപ്പൊ n plus 1 minus r into n minus r factorial. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? ഈ ഒരു രണ്ട് ടേംസിൽ നിന്നുള്ള കോമൺ ടേംസ് പുറത്തെടുക്കാൻ പോകും. അപ്പൊ രണ്ട് ടേംസിനും കോമൺ ആയിട്ട് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r മൈനസ് വൺ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ കോമൺ ആണല്ലോ, അത് പുറത്തെടുത്തു. അപ്പൊ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r മൈനസ് വൺ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ പുറത്തെടുത്തു. ഇനി ഉള്ളിൽ ഏതൊക്കെ ബാക്കി വരിക? ഇതിന്റെ അകത്ത് ഇത്രയും പുറത്തെടുത്ത് കഴിയുമ്പോൾ ബാക്കി എന്താണ്? 1/r ബാക്കിയുണ്ട്. പ്ലസ് ഇതിന്റെ അകത്ത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r മൈനസ് വൺ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ പുറത്തെടുത്ത് കഴിയുമ്പോൾ 1/n പ്ലസ് വൺ മൈനസ് ആർ ഫാക്ടോറിയൽ. ഇനി ജസ്റ്റ് നമ്മുടെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെയാണ് കൂടി വരുന്നത്. എന്ത് ചെയ്യാം? ഈ ഒരു ബ്രാക്കറ്റിനുള്ളിലുള്ളതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈക്വൽ ടു എന്ത് വരും? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r മൈനസ് വൺ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ 1 ഇൻറ്റു n പ്ലസ് വൺ മൈനസ് ആർ ഫാക്ടോറിയൽ ഇല്ല കേട്ടോ, ഇവിടെ n പ്ലസ് വൺ മൈനസ് ആറേ ഉള്ളൂ. അപ്പൊ 1 ഇൻറ്റു അപ്പൊ ഇങ്ങനെ ഒരു n പ്ലസ് വൺ മൈനസ് ആർ ഇൻറ്റു 1 ഇൻറ്റു ആർ എന്ത് വരും? പ്ലസ് ആർ ഡിവൈഡഡ് ബൈ താഴെയുള്ളതിന് മൾട്ടിപ്ലൈ ചെയ്യാം ആർ ഇൻറ്റു n പ്ലസ് വൺ മൈനസ് ആർ. ഇത് ബ്രാക്കറ്റിന്റെ ഉള്ളില്. ഇനി നോക്കി ഇതെങ്ങനെ എഴുതാം? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r മൈനസ് വൺ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ഇതിന്റെ ഉള്ളിൽ നോക്കിയേ മൈനസ് ആർ പ്ലസ് ആർ ക്യാൻസൽ ആയി പോയി. ബാക്കി എന്താ ഉള്ളത്? n പ്ലസ് വൺ ഡിവൈഡഡ് ബൈ r ഇൻറ്റു n പ്ലസ് വൺ മൈനസ് ആർ ഫാക്ടോറിയൽ. ഇനി ഇതിനൊന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. ഇത് നോക്കിയേ n പ്ലസ് വൺ ഇത് ഇൻറ്റു ചെയ്യുന്നതല്ലേ, അപ്പൊ ന്യൂമറേറ്റർ നമ്മൾ ഇൻറ്റു ചെയ്യുക, ഡിനോമിനേറ്റർ നമ്മൾ ഇൻറ്റു ചെയ്യുക, ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക. അപ്പൊ n പ്ലസ് വൺ ഇൻറ്റു n ഫാക്ടോറിയൽ ഞാൻ എങ്ങനെ എഴുതി? n പ്ലസ് വൺ ഇൻറ്റു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇവിടെ r ഉണ്ട്, ഇവിടെ r മൈനസ് വൺ ഫാക്ടോറിയൽ ഉണ്ട്. അതിന് ഞാൻ എങ്ങനെ എഴുതി? r ഇൻറ്റു r മൈനസ് വൺ ഫാക്ടോറിയൽ. ഇനി ഇവിടെ എന്തുണ്ട്? ഇവിടെ ഫാക്ടോറിയൽ ഇല്ല കേട്ടോ, ഞാൻ എപ്പോഴും ഫാക്ടോറിയൽ എഴുതുന്നുണ്ട്, സോറി. അപ്പൊ n പ്ലസ് വൺ മൈനസ് ആർ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ വരും. ഓക്കെ അല്ലെ? ഇനി ഒന്ന് നോക്കിയേ, n പ്ലസ് വൺ ഇൻറ്റു n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? n പ്ലസ് വൺ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഇൻറ്റു r മൈനസ് വൺ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? r ഫാക്ടോറിയൽ ഇൻറ്റു n പ്ലസ് വൺ മൈനസ് ആർ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ടിരുന്നു. എന്താണത്? n പ്ലസ് വൺ ഫാക്ടോറിയൽ n പ്ലസ് വൺ മൈനസ് ആർ ഫാക്ടോറിയൽ ആണ്. സോ ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ നോക്കിയേ, നമുക്ക് റിസൾട്ട് കിട്ടേണ്ടത് എങ്ങനെയായിരുന്നു? n പ്ലസ് വൺ സി ആർ എന്ന് കിട്ടേണ്ടത്. ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങിയത്, ഇനി നമുക്ക് ആർ എച്ച് എസ് കിട്ടണം. ഇവിടെ n പ്ലസ് വൺ സി ആർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇക്വേഷൻ വരണ്ടേ? n പ്ലസ് വൺ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു n പ്ലസ് വൺ മൈനസ് ആർ ഫാക്ടോറിയൽ എന്നല്ലേ? അത് തന്നെയല്ലേ ഇവിടെ കിടക്കുന്നത്. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? n പ്ലസ് വൺ സി ആർ. ഇതാണ് ഈ ഒരു റിസൾട്ടിന്റെ പ്രൂഫ് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും എവിടെയെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഇഫ് NC9 is equal to NC8 find NC17. അപ്പൊ ഇവിടെ നമ്മൾ ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. NCA is equal to NCB implies A is equal to B or N is equal to A plus B. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ NC9 is equal to NC8 ആണ്. പക്ഷേ 9ഉം 8ഉം ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. 9 നോട്ട് ഈക്വൽ ടു 8. സോ നമുക്ക് A is equal to B എന്നുള്ള റിസൾട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്തെടുക്കണം? N is equal to A plus B. N is equal to A plus B. ഇവിടെ A ക്ക് പകരം എന്താണ്? 9, B ക്ക് പകരം 8. അപ്പൊ 9 plus 8 എന്ത് വരും? 17 വരും. ഓക്കെ ആണല്ലോ? അപ്പം എന്നിന്റെ വാല്യൂ കിട്ടി. നമുക്ക് NC17 കണ്ടുപിടിച്ചൂടെ? NC17 is equal to നമുക്ക് 17C17
17C17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 17 ഫാക്ടോറിയൽ ഇൻറ്റു 17 മൈനസ് 17 ഫാക്ടോറിയൽ. ഓക്കെ ആണല്ലോ. 17 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 7. അപ്പൊ എന്ത് വരും? 17 ഫാക്ടോറിയൽ ക്യാൻസൽ ആയി. ബാക്കി 1/0 ഫാക്ടോറിയൽ. 1/0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്ര? 0 ഫാക്ടോറിയൽ വാല്യൂ ഞാൻ പറഞ്ഞിരുന്നു 1. സോ 1/1 ഈക്വൽ ടു 1. 1 ആണ് ഈ NC17ന്റെ വാല്യൂ. സോ കോമ്പിനേഷൻസിന്റെ കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി വരുന്നുണ്ട്. മീൻസ് നമ്മൾ കളിക്കുന്ന ചീട്ട് ഉണ്ടല്ലോ, ചീട്ടൊക്കെ വെച്ചിട്ടുള്ള എന്താ പറയാ, അതിന്റെ അകത്ത് എങ്ങനെയൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇനി വരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസും അതിന്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസും എല്ലാം നമുക്കിനി വരും വീഡിയോസിൽ കാണാം. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ഞാൻ എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ക്ലാസ്സിൽ നടത്തണമെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യാം. ഞാൻ അതുപോലെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.